തൃപ്രയർ ഏകാദശി വൃശ്ചികത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശി ഗുരുവായൂർ ഏകാദശി എന്നും കറുത്ത പക്ഷത്തിലെ ഏകാദശി തൃപ്രയർ ഏകാദശിയും എന്നാണ് അറിയപ്പെടുന്നത്. ഈ വർഷത്തെ ഏകാദശി 2024 നവംബർ 26 ചൊവ്വാഴ്ചയാണ്. തൃശ്ശൂർ ജില്ലയിലെ നാട്ടികയിലാണ് ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രസിദ്ധമാണ് ഈ തൃപ്രയാർ ക്ഷേത്രം. ചതുർബാഹുവായ ശ്രീരാമചന്ദ്രനാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. വിഷ്ണു ക്ഷേത്രങ്ങളിൽ വെളുത്തപക്ഷ ഏകാദശിക്കാണ് പ്രാമുഖ്യം. എന്നാൽ തൃപ്രയാറപ്പന്റെ ശൈവ ചൈതന്യം മൂലമാണ് ഇവിടെ കറുത്തപക്ഷ ഏകാദശി പ്രധാനമാകുന്നത്. ത്രിമൂർത്തി ചൈതന്യം നിറഞ്ഞ ദേവനാണ് തൃപ്രയാറപ്പൻ. ലക്ഷ്മി ദേവി, ഭൂദേവി സമേതനായ തൃപ്രയാറപ്പനെ തൊഴുത് പ്രാർത്ഥിച്ചാൽ സകല ദുരിതങ്ങളും ദാരിദ്ര്യവും നീങ്ങുമെന്നാണ് വിശ്വാസം. തൃപ്രയാർ ഏകാദശി ദിനത്തിൽ ഭഗവാന്റെ നിർമ്മാല ദർശനം ശ്രേഷ്ഠവുമാണ്. ഗുരുവായൂരിൽ ഏകാദശി ദിന ചടങ്ങുകൾ പോലെ തന്നെയാണ് തൃപ്രയാറിലും. രാത്രിയിൽ ഭഗവാനെ ദ്വാദശി സമർപ്പണമുണ്ട്. അന്നേ ദിവസം ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ച് കാണിക്ക അർപ്പിക്കാവുന്നതുമാണ്. ഏകാദശിയുടെ തലേ ദിവസം ദശമി വിളക്കും അന്നേ ദിവസം മുഖ്യ പ്രതിഷ്ഠയായ ശ്രീരാമനു പകരം ആദ്യ പ്രതിഷ്ഠയായ ശാസ്താവിനെയാണ് എഴുന്നള്ളിക്കുന്നത്. എഴുന്നള്ളിപ്പ് ശാസ്താവിനാണെങ്കിലും വിളക്ക് തൃപ്രയാർ തേവർക്കാണ് സമർപ്പിക്കുന്നത്. പ്രധാന വഴിപാടുകളായിട്ടുള്ളത് കതിനവെടി സമർപ്പണവും മീനൂട്ടുമാണ്. 10, 101, 1001 എന്നീ ക്രമത്തിലാണ് വഴിപാടുകൾ. അന്നം സ്വീകരിക്കാൻ ഭഗവാൻ മത്സ്യരൂപം ധരിച്ചെത്തുമെന്നാണ് വിശ്വാസം. അതിനാലാണ് മീനൂട്ട് നടത്തുന്നത്. ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ മാറുവാനും മീനൂട്ട് വഴിപാട് വളരെ ഉത്തമമാണ്. ഭഗവാന് ആടിയ എണ്ണ വാതപിത്ത രോഗങ്ങൾക്ക് ഉത്തമ ഔഷധമാണെന്നാണ് വിശ്വാസം. ശ്രീരാമനാമം ജപിക്കുന്നതും ഹനുമാൻ സ്വാമിയുടെ സാമീപ്യം ഉണ്ടാവുമെന്നുമാണ് വിശ്വാസമുള്ളത്. ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിക്ക് പ്രത്യേക പ്രതിഷ്ഠ ഇല്ലെങ്കിലും ഹനുമത് പ്രീതിക്കും സർവാഭിഷ്ട സിദ്ധിക്കായും നിത്യേന സുന്ദരകാന്ഡ പാരായണവും അവിൽ നിവേദ്യവും സമർപ്പിക്കാറുണ്ട്. കേരളത്തിലെ അതിപുരാതനമായ പ്രസിദ്ധവുമായ ക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രം. 600-ൽ പരം വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. ഏറ്റവും ഭംഗിയേറിയതും പഴക്കമുള്ളതുമായ വലിയ വട്ട ശ്രീകോവിലിൽ കിഴക്ക് ദർശനമായി ശംഖു ചക്ര ഗദയും അക്ഷരമാലയുമായി ശ്രീരാമന്റെ ചതുർബാഹുവായ വിഗ്രഹമാണ് പ്രതിഷ്ഠ. വടക്കു ഭാഗത്തായി ഗോശാല കൃഷ്ണന്റെ ക്ഷേത്രവുമുണ്ട്. കൂടാതെ ഉപദേവതകളായി ഗണപതിയും ധർമ്മശാസ്താവും ദക്ഷിണാമൂർത്തിയും ഹനുമാൻ സാന്നിധ്യവുമുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചതാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലെ വിഗ്രഹം എന്ന് വിശ്വാസമാണ്. തൃപ്രയാർ അപ്പനെ ഭജിക്കുന്നത് കഠിന ശത്രുദോഷങ്ങളിൽ നിന്ന് മോചനവും ബാധ ഉപദ്രവത്തിൽ നിന്ന് രക്ഷയും നൽകുമെന്നാണ് വിശ്വാസം. തൃപ്രയാർ ഏകാദശിയുടെ പ്രത്യേകത വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ഗുരുവായൂർ ഏകാദശി എന്നും കറുത്ത പക്ഷത്തിലെ ഏകാദശി തൃപ്രയാർ ഏകാദശിയും എന്നാണ് അറിയപ്പെടുന്നത്. തൃപ്രയാർ അപ്പന്റെ ശൈവ ചൈതന്യം മൂലമാണ് ഇവിടെ കറുത്തപക്ഷ ഏകാദശി പ്രധാനമാകുന്നത്. തൃപ്രയാർ ക്ഷേത്രത്തിൽ കൊടിയേറി ഉത്സവം പതിവില്ലാത്തതാണ്. തൃപ്രയാർ ഏകാദശി 14 ദിവസമാണ് ആഘോഷിക്കാറുള്ളത്. 39 ദിവസം നീണ്ടു നിൽക്കുന്ന നിറമാല വിളക്ക് ഉണ്ടാകാറുണ്ട്. ദ്വാദശിയുടെ അന്ന് ഗോതമ്പ് ഭക്ഷണം നൽകിയാണ് ഉത്സവം അവസാനിക്കുന്നത്. ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടതായ വിധം സാധാരണ ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് പോലെ തന്നെയാണ് ഈ ഏകാദശി വ്രതവും അനുഷ്ഠിക്കേണ്ടത്. ഏകാദശിയുടെ തലേ ദിവസമായ ദശമി ദിവസം അരിയാഹാരം ഉച്ചയ്ക്ക് 1 നേരം മാത്രമേ പാടുള്ളൂ. തുടർന്ന് ഏകാദശി ദിവസം പൂർണ്ണമായ ഉപവാസമാണ് നല്ലത്. ഇനി അതിന് സാധിക്കാത്തവർക്ക് പഴങ്ങളും മറ്റും കഴിച്ചുകൊണ്ടും വ്രതം എടുക്കാവുന്നതാണ്. ഏകാദശി ദിനം പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് ഭഗവാന് മുന്നിൽ വിളക്ക് കൊളുത്തി മന്ത്രജപങ്ങളോടെ പ്രാർത്ഥിക്കാവുന്നതാണ്. ഏകാദശി വ്രതത്തിന്റെ ഫലങ്ങൾ അനവധിയാണ്. വിഷ്ണുപ്രീതിയും സർവ്വ ഐശ്വര്യങ്ങളും കൈവരുന്നതാണ് ഏകാദശി എടുത്താൽ. ഏകാദശി ചടങ്ങുകൾ ഗുരുവായൂർ ഏകാദശി ചടങ്ങുകൾ പോലെ തന്നെയാണ് തൃപ്രയാർ ഏകാദശിയും. തൃപ്രയാർ ക്ഷേത്രത്തിലെ ഏകാദശി ദിനം നിർമ്മാല്യ ദർശനം ഉണ്ടാകും. ഏകാദശി ദിനം രാത്രിയിൽ ഭഗവാന് ദ്വാദശി സമർപ്പിക്കുന്നു. ഭഗവാന് തൊഴുതു വണങ്ങി കാണിക്കയിടുന്നു. ഏകാദശിയുടെ തലേ ദിവസമാണ് ദശമി വിളക്ക് നടക്കുന്നത്. അന്നേ ദിവസം മുഖ്യ പ്രതിഷ്ഠയായ ശ്രീരാമന്റെ പകരം
ഇവിടുത്തെ ആദ്യ പ്രതിഷ്ഠയായിരുന്ന ശാസ്താവിനെ എഴുന്നള്ളിക്കും. ശാസ്താവിനെയാണ് എഴുന്നള്ളിക്കുന്നതെങ്കിലും തൃപ്പയാറപ്പനാണ് സമർപ്പിക്കുന്നത്. ഏകാദശി ദിനത്തിൽ 21 ആനകളുടെ അകമ്പടിയോടെ ശ്രീരാമ ഭഗവാൻ എഴുന്നള്ളിക്കാറുമുണ്ട്. ശ്രീരാമനാമം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ശ്രീരാമ നാമം ജപിക്കുന്നിടത്ത് ഹനുമാൻ സ്വാമിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയില്ല, സീതാദേവിയുടെയോ പ്രതിഷ്ഠയില്ലെന്നാണ് മറ്റൊരു പ്രത്യേകത. പ്രധാനമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യേണ്ടത് മീനൂട്ട്, കതിനവെടി ചെയ്യാൻ ശ്രമിക്കുക. അന്നേ ദിവസം ശ്രീരാമാഷ്ടോത്തരം ജപിക്കാൻ കഴിയുന്നവർ അത് ജപിക്കുക. കേൾക്കാൻ കഴിയുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ശ്രീരാമ ഭഗവാനെ മനസ്സിൽ നന്നായിട്ട് വിചാരിച്ച് വ്രതമെടുക്കുക. മണ്ഡലമാസം കൂടി ആയതുകൊണ്ട് വൃശ്ചിക മാസം വളരെ പ്രധാനപ്പെട്ടതാണ്. വൃശ്ചിക മാസത്തിലെ എല്ലാ വ്രതങ്ങളും എടുക്കാൻ ശ്രമിക്കണം. ശ്രീരാമ ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ വിചാരിച്ച് വ്രതം എടുക്കുക. എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാവുന്നതാണ്. ദൈവിക കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് എത്തിക്കുന്നതും അതവരെ കേൾപ്പിക്കുന്നത് വളരെ ശ്രേഷ്ഠവും പുണ്യവുമാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഏകാദശി വ്രതം എടുക്കാനും കഴിയട്ടെ. എല്ലാവിധ അനുഗ്രഹം എല്ലാവർക്കും എല്ലാവരുടെ കുടുംബത്തിനും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.